കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസനിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹാവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാത്രി ദൈവസനിലായിരിക്കാൻ കർത്താവ് തന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം. ഒരു പ്രത്യേക വിഷയം എൻ്റെ ഹൃദയത്തിലേക്ക് ഇന്ന് രാത്രി ചിന്തയായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രക്ഷിക്കപ്പെടുക, രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു സബ്ജക്റ്റ്. അതിന് ഉപോദ്ബലകമായി 2 തെസ്സലോനി 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദി മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ വാക്യം വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു വാക്യമായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ വാക്യങ്ങളും അങ്ങനെ തന്നെ. ഇവിടെ പൗലോസ് പറയുന്നത് രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു ഒന്നുമില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. അപ്പോൾ കർത്താവിനെ നാം തിരഞ്ഞെടുത്തില്ല, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. തെസ്സലോനിക്ക ലേഖന കർത്താവ് പറയുന്നത് രക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തു. ദൈവം എന്തിനു വിളിച്ചെന്ന് നമുക്ക് പലർക്കും വേണ്ട രീതിയിൽ അതിനെക്കുറിച്ചുള്ള ബോധ്യം ഉള്ളിലുണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്തിനാ കർത്താവ് എന്നെ വിളിച്ചത്? എന്തിനാ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത്? കർത്താവ് തിരഞ്ഞെടുത്തതിൻ്റെ പ്രധാന ലക്ഷ്യം, ഗോള്, നമ്മുടെ ആത്മാവ് നിത്യതയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കണം എന്നുള്ള ആ ഒരു വിഷയമാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. എന്നെ തിരഞ്ഞെടുത്തത് എന്തിനാ? എന്നെ വിളിച്ചത് എന്തിനാ? എന്നെ ദൈവമകനാക്കി ദൈവമകളാക്കി തീർത്തത് എന്തിനാ? ഈ ഭൂമിയിൽ മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ സുഖലോലുപന്മാരായി ജീവിച്ച് ഒരു ലക്ഷറി ലൈഫ് നയിച്ച് അവസാനം എന്തെങ്കിലും ആയിത്തീരാനല്ല. ഇവിടെ നമ്മൾ ഇടുക്ക് വഴിയിലൂടെ, കഷ്ടതകളിലൂടെ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലൂടെയാണെങ്കിലും ജീവിച്ച് നിത്യമായ രക്ഷ പ്രാപിക്കുക, ആത്മരക്ഷ പ്രാപിക്കുക, നമ്മുടെ നിത്യതയിൽ നമുക്ക് ചെന്നെത്താൻ കഴിയുക. ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം എൻ്റെ ഹൃദയത്തിലൊരു ചിന്തയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് തരാനിടയായി തീർന്നു. എൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം ഞാൻ വായിക്കുന്നു. ദൈവമക്കൾ ശ്രദ്ധിക്കുക. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇഴജാതികളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ശ്രദ്ധിക്കുക. ദൈവം എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? സകലത്തെയും അടക്കി ഭരിക്കുവാൻ, അടക്കി വാഴുവാൻ, ഈ ഭൂമിയെ വാഴുവാൻ, ഈ ഭൂമിയെ ഭരിക്കുവാൻ, ഈ ഭൂമിയെ നിയന്ത്രിക്കുവാൻ, ദൈവത്തിൻ്റെ എല്ലാ മറ്റു സൃഷ്ടിജാലങ്ങളെയും അടക്കി വാഴുന്ന ഒരു അധികാരത്തിൻ്റെ അവസ്ഥയിലേക്കാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അരുത് എന്ന് പറഞ്ഞ ഫലം തിന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഏദൻ തോട്ടം കാപ്പാനും ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്നാക്കി അവിടെയുള്ള സകല ഫലവൃക്ഷങ്ങളുടെ ഫലങ്ങൾ ഭക്ഷിക്കാം, ഒരു ഫലം മാത്രം വിലയ്ക്ക് ബാക്കിയെല്ലാം ഭക്ഷിക്കാം,
എന്ന് പറഞ്ഞ് അവിടെ തോട്ടം കാപ്പാനും തോട്ടത്തിൽ കൊണ്ടുവന്ന് ജോലി ചെയ്യാനും ആക്കി വെച്ച ആ മനുഷ്യനെ കൽപ്പനാ ലംഘനം നടത്തിയപ്പോൾ എന്ത് ചെയ്തു ദൈവം? തോട്ടത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കി. ചിന്തിക്കുക ദൈവമക്കളെ, തോട്ടം കാപ്പാനും തോട്ടം സംരക്ഷിക്കാനും തോട്ടത്തെ നന്നായി പരിപാലിക്കാനുമായിട്ട് ആക്കി വെച്ച മനുഷ്യനെ കൽപ്പന ലംഘനം നടത്തിയപ്പോൾ എന്ത് പറ്റി? തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ദൈവമായിട്ടുള്ള ബന്ധം വിട്ടുപോയി. ദൈവവും അവനും തമ്മിൽ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു. പിന്നെയാണ് യാഗങ്ങളും പുരോഹിതനും ഏവാലയും അതും ഇതുമൊക്കെ വരുന്നത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, എൻ്റെ വിഷയം അതല്ല. അപ്പൊ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്, ദൈവം നമ്മളെ ദത്തെടുത്തത്, ദൈവം നമ്മളെ വീണ്ടും ജനനത്തിലേക്ക് നടത്തിയത് ദൈവത്തോടൊപ്പം ആയിരിക്കാനാണ്. നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവം വീണ്ടെടുത്ത് ആ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നാം മനസ്സിലാക്കാതെ നമ്മൾ നമ്മുടേതായ ഇഷ്ടപ്രകാരം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വലിയ കെട്ടിടം കെട്ടുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ ഒരു 10 നിലയുള്ള കെട്ടിടമാണെന്ന് കരുതുക. ഒരു 50, 30, 40 അപ്പാർട്ട്മെൻ്റ് ഉള്ള ഒരു കെട്ടിടം കെട്ടുകയാണെന്ന് കരുതുക. ഫ്ലാറ്റായിട്ട് കെട്ടുകയാണെന്ന് കരുതുക. അതിന് മുൻപായിട്ട് ഒരു വലിയ ഷെഡ് കെട്ടും. ടെമ്പററി ആയിട്ട് കുറേ ബിൽ ബ്രിക്സ് ഒക്കെ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ പുറത്ത് ഷീറ്റൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ സിമൻറ്റ്, കമ്പി, മറ്റത് ചപ്പ് ചവറ് എല്ലാം കൊണ്ടുവന്ന് ഇടും. ചിലപ്പോൾ ജോലിക്കാർ അവിടെ വിശ്രമിക്കുകയും ചെയ്യും. അവരുടെ ഡ്രസ്സൊക്കെ മാറ്റാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഈ പണി സാധനങ്ങളൊക്കെ സിമൻറ്റ് അതും ഇതൊക്കെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് അത് കിട്ടുന്നത്. കെട്ടിടം ഫിനിഷായി 3-4 വർഷം കൊണ്ട് കെട്ടിടം ഫിനിഷായി മനോഹരമായ നിലയിൽ ആൾക്കാർക്ക് താമസിക്കത്തക്ക നിലയിൽ വാസയോഗ്യമായ നിലയിൽ ആ കെട്ടിടം പൂർത്തീകരിക്കപ്പെട്ട് പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയായി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തു ചെയ്യും? ഈ ടെമ്പററി ആയിട്ട് കെട്ടിയ ഷെഡ്, അതൊരു കൂടാരമാണ്, അതങ്ങോട്ട് അഴിച്ച് പൊളിച്ചുകളയും. ആ ഫ്ലാറ്റിൻ്റെ അടുത്ത് ഈ കെട്ടിടം വെച്ചുകൊണ്ടിരിക്കുമോ? നമ്മുടെ ചിന്ത ഇപ്പോൾ ഈ ലോകത്തിലെ ഭൗതികമായ സുഖ സൗകര്യങ്ങളും ലക്ഷറി ലൈഫും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നേ. ഇതൊരു ടെമ്പററി ഷെഡാണ് ഇവിടെ കെട്ടിയത്, ഒരു വലിയ ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി. അതുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടിയാണ് കൂടാരത്തിൽ പാർത്തുകൊണ്ട് അബ്രഹാമായിരുന്നത്. അബ്രഹാമിൻ്റെ ചിന്ത വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് പാർത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി രണ്ട് തലമുറയോടുകൂടി അബ്രഹാം കാത്തിരുന്നു. പഴയ ദൈവത്തിലെ ഭക്തന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ ഉള്ളതൊന്നുമല്ല അബ്രഹാമിൻ്റെ വീക്ഷണം. ദൈവം ശില്പിയായി നിർമ്മിച്ചത്, ദൈവത്തിൻ്റെ കൈപ്പണിയായി സൃഷ്ടിക്കപ്പെട്ട ആ നിത്യത, ആ ദൈവരാജ്യം, സ്വർഗരാജ്യം, പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിനുവേണ്ടി കാത്തിരുന്നു. അതിനായിട്ട് എന്ത് ചെയ്തു? അബ്രഹാമിനെ ഊരിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തു. അബ്രഹാമിൻ്റെ വിഷയം ഞാനങ്ങ് വിടുക, നമ്മളിലേക്ക് വരിക. എഫെസ് ലേഖനം പഠിക്കുമ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, ദൈവം നമ്മെ ദത്തെടുത്തു, ദൈവം നമ്മെ വീണ്ടെടുത്തു. തെസ്സലോനിക്ക ലേഖന കർത്താവ് പറയുന്നത്, കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. ആ നിത്യമായ രക്ഷ പ്രാപിക്കാനായിട്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിട്ടേ ഉള്ളൂ. ആ രക്ഷാപൂർത്തിയിലേക്ക് നടത്തപ്പെടാനായിട്ട് അനുദിന ജീവിതത്തിൽ ദൈവവചനം അനുസരിച്ച് ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയാൽ മാത്രമേ ആ രക്ഷാപൂർത്തിയിലേക്ക് നമ്മൾ നടത്തപ്പെടുകയുള്ളൂ. ഇവിടെ തെരഞ്ഞെടുപ്പ് മാത്രമേ നടന്നുള്ളൂ. രക്ഷാസ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, വിശുദ്ധി, വേർപാട് ആദിയായ അനുഭവങ്ങൾ ആ തെരഞ്ഞെടുപ്പ് കൊണ്ട് നടന്നു എന്ന് മാത്രമേ ഉള്ളൂ.
ഇനി നമ്മൾ ജീവിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് ആ രക്ഷാപൂർത്തിയിലേക്ക് നടത്തപ്പെടാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ദൈവവചനം അനുസരിച്ച് നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് നാം ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ദൈവമക്കളും ദൈവദാസന്മാരും മറന്നാണ് ജീവിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തിട്ടേ ഉള്ളൂ, രക്ഷയ്ക്കായി വിളിച്ചിട്ടേ ഉള്ളൂ. ആ രക്ഷാപൂർത്തി പ്രാപിക്കാനായിട്ട് നമ്മൾ ഓടണം. അതിനാർക്കാ ഇവിടെ നേരം? ഞാൻ പല പ്രാവശ്യം എൻ്റെ മെസ്സേജിൽ അത് പറയുന്നുണ്ട്. ആ രക്ഷാപൂർത്തിയിൽ എത്തപ്പെടാനായിട്ട് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകണം, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരാകണം, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളായി തീരണം. ഈ 3 കാര്യങ്ങൾ. എന്നാൽ മാത്രമേ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്ന ആ അനുഭവം നമുക്ക് പ്രാപിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. എന്താ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്? പല പ്രാവശ്യം ഞാനത് നിങ്ങളെ ഗ്രഹിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ചിന്ത. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. അതിന് നമ്മെ മുന്നേമിച്ചു, അതിന് നമ്മെ തിരഞ്ഞെടുത്തു, അതിന് നമ്മെ വിളിച്ചെടുത്തു, അതിന് നമ്മെ ദത്തെടുത്തു, അതിന് നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ആദാമും ഹവ്വയും വീണുപോയ സ്ഥാനത്ത് പിന്നെയും നമ്മളെ വീണ്ടെടുത്തു. എന്തിനാ? രക്ഷാപൂർത്തിയിലേക്ക് എത്തപ്പെടുവാൻ. പട്ടാളത്തിലേക്ക് 50 പേരെ തിരഞ്ഞെടുക്കാനായിട്ട് 5 ലക്ഷം ആപ്ലിക്കേഷൻ അവർ വിൽക്കും. ഒരെണ്ണത്തിന് 250-300 വെച്ച് വിൽക്കും. അങ്ങനെ കുറേ കാശ് അടിച്ചു മാറ്റും. ജലത്തിൻ്റെ കാശ് കുറേ അടിച്ചു മാറ്റും സർക്കാർ. 50 പേര് മതി. അതിന് 5 ലക്ഷം പേരോ 5000 പേരൊക്കെ വരും. അപ്പോൾ ഫോമൊക്കെ വിറ്റ് എത്ര കാശ് എത്രയാണ് ഉണ്ടാക്കുന്ന? കോടികളാണ്. തിരഞ്ഞെടുക്കുന്ന എത്രയാ? 50 പേരെയാ. 50 പേരെ അവരുടെ ബോഡി ഫിറ്റ്നസ്സും വെയിറ്റും മറ്റു കാര്യങ്ങളെല്ലാം നോക്കി, അവരുടെ ക്വാളിഫിക്കേഷൻ ഇതെല്ലാം നോക്കി അവരെ സെലക്ട് ചെയ്തു. 50 പേരെ. ഹല്ലേലൂയ. ഈ 50 പേരെ തിരഞ്ഞെടുക്കാൻ 5000 പേരെ അല്ലെങ്കിൽ 5 ലക്ഷം പേരെ എന്ത് ചെയ്തു? അവര് ഫോം ഫില്ല് ചെയ്ത് അതിൻ്റെ പരീക്ഷണ ഘട്ടങ്ങളിലൂടെയൊക്കെ അവർ കടത്തിവിടുക. എന്നിട്ട് അവസാനം വന്ന് 50 പേരെ മാത്രം മതി അവർക്ക്. പത്രോസിൻ്റെ ലേഖനത്തിൽ ഒരു കുഞ്ഞു വാക്യം കിടക്കുന്ന എൻ്റെ ഹൃദയത്തിലേക്ക് വരിക. ഞാനതങ്ങ് വായിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി നാളുകൾക്ക് മുമ്പ് ഞാനത് പ്രസംഗിച്ചെന്നാ ഓർമ്മ. ഒത്തിരി പഴക്കമായിട്ടില്ല. എൻ്റെ 2-ാം ലേഖനത്തിലെ ഒരു കുഞ്ഞു വാക്യം. ഹല്ലേലൂയ. എന്താണ് ആ വാക്യം? സ്തോത്രം, 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 സ്തോത്രം. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. നമ്മെ വിളിച്ചു, ആ വിളി എന്ത് ചെയ്യണം? ഉറപ്പാക്കിക്കൊണ്ടിരിക്കണം. നമ്മളെ തെരഞ്ഞെടുത്തു, ആ തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്യണം? ആ രക്ഷാപൂർത്തിയിലേക്ക് നടത്തപ്പെടാൻ നമ്മൾ അത് ഉറപ്പാക്കണം. ഹല്ലേലൂയ. വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. കണ്ടോ? അനേകരെ വിളിച്ചു ദൈവം. അതിൽ നിന്ന് സെലക്ഷൻ, തെരഞ്ഞെടുപ്പ് കുറച്ച് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ കീഴിലാണോ നമ്മൾ? നമ്മെ ദൈവം വിളിച്ചു എന്നും പറഞ്ഞ് സന്തോഷിച്ച് നടക്കുക. യഥാർത്ഥ 50 പേരിൽ ഉൾപ്പെട്ടവരായി നമ്മൾ തീർന്നോ? മിസ്രയീമിൽ നിന്ന് 25 ലക്ഷം പുറപ്പെട്ടതിൽ 2 പേരെ അവിടെ ചെന്നുള്ളൂ. നോഹയുടെ കാലത്ത് കൃപയാൽ 8 പേര് പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ടു. അപ്പൊ എക്കാലത്തും ഒരു ശേഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് ദൈവമക്കൾ ചിന്തിച്ചോണം. ദൈവം എല്ലാവരെയും രക്ഷിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞ് സന്തോഷിച്ചിരിക്കുക. എല്ലാവരെയും രക്ഷിച്ച് എല്ലാവരെയും കൊണ്ടുപോകും, കാര്യമൊക്കെ ശരിയാ. പക്ഷേ ദൈവം തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പിനനുസരിച്ച്, ദൈവം വിളിച്ച വിളിക്കനുസരിച്ച് യോഗ്യമായ നിലയിൽ നമ്മൾ ജീവിച്ചാൽ മാത്രമേ ആ ലാസ്റ്റത്തെ ഫൈനൽ തെരഞ്ഞെടുപ്പിൽ കർത്താവ് കാഹളം തിരിച്ചു വരുമ്പോൾ നമ്മൾ അങ്ങ് പോകത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും പോകത്തില്ല. അങ്ങനെയല്ലേ? നമ്മളത് മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. നമുക്കിപ്പോൾ ഒരു ചിന്തയുള്ളത്,
ദൈവമക്കൾക്കും പൊതുവെ പാസ്റ്റർമാർക്കും എല്ലാം ചിന്തയുള്ളത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വശുതാംശം പ്രാപിച്ചു, വിശുദ്ധിയിലും പരിപാടി ജീവിച്ച് കർത്താവിൻ്റെ വരവിൽ നമ്മൾ എന്തായി? ഓക്കെ ആയി. ഇല്ല, ഓക്കെ ആയില്ല. അതാ ഞാൻ പറയാൻ ഈ മെസ്സേജിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഒത്തിരി കടമ്പകൾ കിടക്കണം. അതാ എൻ്റെ പ്രസംഗ വിഷയം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, രക്ഷയ്ക്കായി ദൈവം തിരഞ്ഞെടുത്തു. അതാ ഇവിടെ പൗലോസ് പറയുന്നത്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ എന്ത് ചെയ്യണം? രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടി രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തവൻ രക്ഷയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. എന്തായി പ്രവർത്തിക്കുക? വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കണം. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ ഭാഷയിൽ വചനമനുസരിച്ച് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിക്കണം. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ഞാനത് വളരെ താമസം കൂടാതെ തന്നെ ആ മെസ്സേജ് ചെയ്യുന്നുണ്ട്. വളരെ ഘനമായൊരു വിഷയമാണ്. ദൈവം നമ്മെ നീതീകരിച്ചു. ആ നീതീകരണം പ്രാപിച്ചവൻ എന്ത് ചെയ്യണം? നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ദൈവം എന്നെ നീതീകരിച്ചു, ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കാര്യം നടക്കില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. രക്ഷയ്ക്കായി വചനമനുസരിച്ച് ജീവിച്ച് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം, വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഈ നിത്യജീവൻ എങ്ങനെ കിട്ടും? നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ നിത്യജീവനിലേക്ക് നടത്തപ്പെടുന്നത്, ആ തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുന്നത്. ചുമ്മാ ഒന്നും കിട്ടില്ല. അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാതലായ വിഷയങ്ങളുണ്ടെന്നാണ് എൻ്റെ ഇന്നത്തെ മെസ്സേജിൻ്റെ പ്രസക്തമായ പഠനം. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. പൗലോസ് പറയുന്നു, രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. അതുകൊണ്ട് എന്ത് ചെയ്യണം? രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. 2 തെസ്സലോനിക്കർ 2:14 രക്ഷയ്ക്കായി വിളിച്ചു, രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തത് കൊണ്ടോ വിളിച്ചത് കൊണ്ടോ രക്ഷാപൂർത്തിയിലെത്തുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് നാം ഗ്രഹിക്കണം. എല്ലാവരും സന്തോഷിച്ചിരിക്കുക. ദൈവം എന്നെ രക്ഷിച്ചു, ദൈവം എന്നെ വിളിച്ചു, എന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചു, എൻ്റെ കുടുംബത്തിൽ ഏകനായിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തു. എല്ലാം നല്ല കാര്യമാണ്. തിരഞ്ഞെടുപ്പേ നടന്നിട്ടുള്ളൂ സഹോദര, സെലക്ഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. ഇനി ഒരു പട്ടാളക്കാരനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുപ്പിൽ അവന് ഫിസിക്കലി എക്സസൈസ് കൊടുക്കും. 15 കിലോമീറ്ററൊക്കെ ഓടിക്കുമെന്നാണ് പറഞ്ഞ്. പട്ടാളത്തിലും പോലീസിലും ഒക്കെ 5, 10, 15 കിലോമീറ്റർ ഒരു ദിവസം ഓടിക്കും. വലിയ സാഹസികമായ വ്യായാമങ്ങളൊക്കെ ചെയ്യണം. പണ്ടൊരു ദിവസം പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, തന്നെ പട്ടാളത്തിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ വലിയ പൊക്കമുള്ള വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ വലിയ താഴെ കായലിലേക്ക് എടുത്ത് ചാടാൻ പറയും. ചാടുമ്പോൾ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട് അവിടെ. നീന്തൽ പഠിച്ചിട്ട് വെള്ളത്തിൽ ചാടണം, നീന്തണം, ഓടണം, പല വ്യായാമങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്ത് അവസാനം നല്ല ഫിറ്റ്നസ് വന്നാൽ മാത്രമേ പട്ടാളക്കാരനാകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു വിടും. സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തു, വീണ്ടെടുത്തു, ദത്തെടുത്തു ഒക്കെ നല്ല കാര്യങ്ങളാണ്. ആ ദൈവവചനം അനുസരിച്ച് ജീവിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ ആ രക്ഷാപൂർത്തിയിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയില്ലെന്ന് ഇന്ന് രാത്രി ഓർത്തോണം. ഹല്ലേലൂയ. ഇനി പ്രധാനമായ വേറൊരു വിഷയത്തിലേക്ക് ഞാൻ വരുന്നു. രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു, അതുകൊണ്ട് രക്ഷയ്ക്കായി പ്രവർത്തിക്കണം എന്ന് നമ്മൾ പഠിച്ചു. രക്ഷയ്ക്കായിട്ട് നമ്മളെ വിളിച്ചു, ആ വിളിക്കനുസരിച്ച് ജീവിച്ച് രക്ഷാപൂർത്തിയിലേക്ക് വരാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 പത്രോസ് 2-ന്റെ 1-ാം വാക്യം, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാ നുണയും വിട്ട് രക്ഷയ്ക്കായി വളരുവാൻ, ഏറ്റവും പ്രധാനമായ ഒരു പഠനത്തിലേക്ക് നമ്മൾ വരികയാണ്. രക്ഷയ്ക്കായി വളരണം.
അന്ത്യകാല രക്ഷയിലേക്ക് നമ്മൾ എത്തപ്പെടുവാനും രക്ഷയ്ക്കായി നമ്മൾ വളരണം. ഒരു കുഞ്ഞ് ജനിച്ചാൽ വളരണ്ടേ? ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് അവസ്ഥയിൽ ഇരിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ജനിച്ച അന്ന് മുതൽ പരിചരണം കൊടുക്കുന്നു, അതിനെ വളർത്തുന്നു, അതിന് പാല് കൊടുക്കുന്നു, ചെറിയ ചെറിയ കുഞ്ഞ് വ്യായാമം ചെയ്യിക്കുന്നു, 1 വയസ്സാകുമ്പോൾ 2 കൈയിലും പിടിച്ച് നടത്തുന്നു, കൈകാലുകൾക്ക് ബലം വയ്ക്കാൻ ആയാസം ചെയ്യിക്കുന്നു, ചെറിയ നിതിൽ പിടിച്ച് ഓടിക്കുന്നു, കുഞ്ഞിനെ ഫുട്ബോൾ കൊടുത്ത് തട്ടിക്കളിപ്പിക്കുന്നു, കൈകാലുകൾക്ക് വ്യായാമം കൊടുക്കുന്നു, എക്സസൈസ് കൊടുക്കുന്നു, വളർത്തിയെടുക്കുന്നു. രക്ഷയ്ക്കായി വളരുവാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇന്ന് സങ്കീർത്തനം പാടി കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാല് കൊടുക്കുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. പുതിയ നിയമസഭയുടെ ആവിർഭാവം പ്രവൃത്തി 2 അവിടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും വരുന്നൊരു ടീമുണ്ടായിരുന്നു. അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അവർ രക്ഷയ്ക്കായി വളർന്നുകൊണ്ടിരുന്നു. ഇന്നെവിടെ വളർത്തുന്നേ? കുഞ്ഞുങ്ങൾ നശിച്ചു പോവുക, ശിശുവിനെ പോലെ നശിച്ചു പോവാണ്. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ പ്രവർത്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷം ശിശുവിനുള്ളത് തേച്ചു കളഞ്ഞു. ഇന്ന് ശൈശവാവസ്ഥയെ കിടക്കുക. ശുശ്രൂഷകന്മാർ ഉൾപ്പെടെ ശൈശവാവസ്ഥയെ കിടക്കുക. വളർച്ചയുണ്ടാകുന്നില്ല. രക്ഷയ്ക്കായി വളരണം. അതിന് മായമില്ലാത്ത പാല് കുടിക്കണം. അത് കട്ടി കുറഞ്ഞതും കട്ടി കൂടിയതും കുടിക്കണം. ആദ്യം കട്ടി കൂടിയത് കൊടുത്താൽ നടക്കില്ല. സിംഹാസനത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ അല്ല ആദ്യം പഠിപ്പിക്കേണ്ടത്. തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ആദ്യം അതാ വേണ്ട. യോഹന്നാന്റെ ലേഖനത്തിൽ അതാ പറയുന്നത്. തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. എന്താ ഈ പുതിയ കൽപ്പന? അപ്പോൾ പഴയത് തന്നെയാ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഇന്നത്തെ ക്രൈസ്തവ കോളത്തിൽ ഇല്ലാത്ത ഗുരുതരമായ ഒരു അനുഭവമാണ് സ്നേഹമില്ല. ഇപ്പം എനിക്ക് ഒരു കൂട്ടായ്മയിലുള്ള സഹോദരനുമായിട്ട് അല്ലെങ്കിൽ ഒരു സഹോദരിയുമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, നമ്മൾ കൂട്ടായ്മയിൽ നിന്ന് മാറിയെന്നിരിക്കട്ടെ, നമുക്ക് ആ സഹോദരിയോടോ സഹോദരനോടോ പകയില്ല, പിണക്കില്ല, വിദ്വേഷമില്ല. ഒരുമിച്ച് കൂട്ടായ്മ ഇല്ലായിരിക്കാം. ചിലപ്പോൾ അദ്ദേഹം ദുരുപദേശത്തിലേക്ക് പോയിട്ടുണ്ട്, ചിലപ്പോൾ വചനവിരുദ്ധമായ കാര്യങ്ങളിലേക്ക് അദ്ദേഹം എടുത്ത് ആടിയിട്ടുണ്ടാകാം. അതുകൊണ്ട് നമുക്ക് അദ്ദേഹമായിട്ട് കൂട്ടായ്മയില്ല. ഓക്കെ, പക പാടില്ല, വിദ്വേഷം പാടില്ല. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പരസ്യമായിട്ടും രഹസ്യമായിട്ടും എപ്പോഴും അവഹേളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക തെറ്റാണ്. ഞാനും നിങ്ങളും അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. സഹോദരനെ ദുഷിക്കുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുന്നുവെന്ന് യാക്കോബ് പഠിപ്പിച്ചത്. ചിലപ്പോൾ ഒരു അനുസരണ കെട്ട സഹോദരനായിരിക്കാം. അവൻ മടങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവനെ പഴിക്കാൻ പാടില്ല. അവനെതിരെ അന്യായമായ കാര്യങ്ങൾ പറഞ്ഞ് പരത്താൻ പാടില്ല. കല്ലുവെച്ച നുണകൾ പറഞ്ഞ് പരത്താൻ പാടില്ല. ഹല്ലേലൂയ. പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ല. ഞാൻ ഈ ഇടയ്ക്ക് 2-3 പേർക്ക് താക്കീത് കൊടുത്ത് ഇന്ന വിഷയങ്ങളിൽ നമ്മൾ ഇനി അധികം സംസാരിക്കേണ്ട, ആ വിഷയത്തെക്കുറിച്ച് ഞാൻ വിട്ടേക്കുക. ഒരു വ്യക്തി നമ്മളുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് പോയി നഷ്ടപ്പെട്ടു പോയെന്നിരിക്കട്ടെ, അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാൻ മടങ്ങി വരാൻ. അദ്ദേഹത്തിൻ്റെ മൈനസ് പോയിന്റ് മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അത് നല്ലൊരു ദൈവവചനത്തിൻ്റെ ലക്ഷണമല്ല. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഭാഗം എന്താ? ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കാനാ പറയുന്നത്. ദൈവമക്കളെ, നമ്മൾ ഈ ആത്മീകമായ സത്യങ്ങൾ മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകാൻ. സൗരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുന്നു. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി. ഭാരം ചുമന്നില്ലേലും ഭാര വയ്ക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷയ്ക്കായി നമ്മളെ തിരഞ്ഞെടുത്തു, രക്ഷയ്ക്കായി നമ്മളെ വിളിച്ചു, രക്ഷയ്ക്കായി നമ്മെ എന്ത് ചെയ്തു? ഓമനപ്പേർ ചൊല്ലി വിളിച്ചു, തിരഞ്ഞെടുത്തു, ദത്തെടുത്തു, വീണ്ടെടുത്തു.
ഹല്ലേലൂയ. രക്ഷയ്ക്കായി വളർന്നുകൊണ്ടിരിക്കണം. അനുദിന ജീവിതത്തിൽ ഈ മായമില്ലാത്ത പാല് ശുശ്രൂഷകന്മാർ വിശ്വാസികളെ കുടിപ്പിച്ച് അവർക്ക് ഈ വചനത്താലുള്ള പോഷണം, അത് 2 തീമോഥെയോസിന്റെ ഒരു ഭാഷയാണ്. വചനത്താലുള്ള പോഷണം അവർക്ക് കൊടുത്ത് അവരെ വളർത്തണം. അവർക്ക് കർണരസമാകുമാറ് കുറെ അനുഗ്രഹങ്ങളും കുറെ നന്മകളും ഒക്കെ പ്രസംഗിച്ചു കൂട്ടി അവരെ നശിപ്പിക്കാതെ അവരെ രക്ഷയ്ക്കായി വളർത്താൻ വിശുദ്ധിയുടെ ഉപദേശം പ്രസംഗിക്കണം. തമ്മിൽ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ജഡസ്വഭാവങ്ങളെ വിട്ടോടാൻ പഠിപ്പിക്കണം. ജഡത്തിന്റെ പ്രവൃത്തി, ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, പക, പിണക്കം, ജ്വരശങ്ക, ക്രോധം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് എന്നിവ ഉളവാകുന്നു. ഈ സ്വഭാവങ്ങൾ വിടാനായിട്ട് ഉപദേശിക്കണം. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി, അവരുടെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാൻ അവരെ ഉപദേശം കൊണ്ട് എപ്പോഴും ശുദ്ധീകരിച്ചെടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് രക്ഷാപൂർത്തിയിലേക്ക് നടത്തപ്പെടുന്നത്. അപ്പോഴാണ് രക്ഷയ്ക്കായി വളരുന്നത്. വീണ്ടും ജനനം പ്രാപിച്ച കുഞ്ഞ് വളരണം. കുഞ്ഞ് വളരാതെ എന്ത് സുവിശേഷ പ്രവർത്തനം നമ്മൾ നടത്തുന്നേ? രക്ഷിക്കപ്പെട്ടവന്റെ രക്ഷാനുഭവം എവിടെ കിടക്കുന്നു? രക്ഷ നഷ്ടപ്പെടുത്തി മുമ്പോട്ട് പോകുന്നവരല്ലേ നല്ലൊരു ശതമാനവും. ഇന്ന് വൈകുന്നേരം കൂടി ഒരു വാത്സല്യ ആൻറ്റിയോട് അത് പറയാനിടയായി. രക്ഷിക്കപ്പെട്ടവൻ എന്ത് ചെയ്യണം? രക്ഷാപൂർത്തിയിലേക്ക് നടത്തപ്പെടാൻ ദൈവവചനം അനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് വന്നവര് അവിടെ രക്ഷയുടെ അനുഭവം ഇങ്ങനെ രക്ഷ നഷ്ടപ്പെടുത്തിയവരാ. രക്ഷാവസ്ത്രം നഷ്ടപ്പെടുത്തി, അപ്പൊ നഗ്നനായി. പുതിയ നിയമസഭയുടെ ഉപദേശം, ഉപനീതി, പഥ്യവചനം, പഥ്യോപദേശമാണ്. അത് നഷ്ടപ്പെടുത്തിയപ്പോൾ സഭ ആത്മീയ ദാരിദ്ര്യത്തിലേക്ക് പോയി. രക്ഷാവസ്ത്രം, നീതിയുടെ വസ്ത്രം, രക്ഷാവസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ നഗ്നനായി. സഭ നഗ്നതയിലേക്ക് പോയി. ആത്മീയ നഗ്നത, ആത്മീയ ദാരിദ്ര്യം. പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ദൈവവചന പ്രഘോഷണങ്ങളും പഠിപ്പിക്കലുകളും ജീവിതമൊക്കെ മാറിയപ്പോൾ എന്തായി? കുരുടന്മാരായി. കുരുടനെ വഴികാട്ടിക്കൊണ്ടിരിക്കുക. രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തെങ്കിൽ അതിൽ സന്തോഷിക്കണം. കാര്യം ശരി. അതുകൊണ്ടൊന്നും ആയില്ല. ഇനി ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് വലിയൊരു ജീവിതം നമുക്ക് ബാക്കിയുണ്ട്. ഞാൻ സാധാരണ പഠിപ്പിക്കുക, റിലേ ഓടുന്ന പെൺകുട്ടികൾ, 4 കുട്ടികൾ 4 ആംഗിളിൽ നിൽക്കുക. അത് റഫറി നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഒരു ബാറ്റൺ കയ്യിൽ കൊടുത്തിട്ട് ഓടാനായിട്ട് ഇങ്ങനെ ആഞ്ഞു നിൽക്കുക. റഫറിയുടെ ആജ്ഞ കേൾക്കുമ്പോൾ, ഫിസിൽ ഊതുമ്പോൾ, അല്ലെങ്കിൽ 1, 2, 3 എന്ന് പറയുമ്പോൾ ആളോട് ഓട്ടം തുടങ്ങി. ഈ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും പരിശുദ്ധാംശം പ്രാപിച്ചതും വിശുദ്ധിയും വേർപാടിലേക്ക് വരാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചതൊക്കെ ഈ ട്രാക്കിൽ കയറി നിന്നിട്ടേ ഉള്ളൂ. ഇനി അവിടെ നിന്ന് ഓടണം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഓടി ആ ഫൈനലിൽ ചെന്നെത്തണം. രക്ഷാപൂർത്തിയിലേക്ക് ചെല്ലണം. അതിനിടയ്ക്ക് വെച്ച് എപ്പോൾ വേണമെങ്കിലും തട്ടിപ്പോകാം. ഹല്ലേലൂയ. കാലിൽ കോച്ച് വന്ന് ഓടാൻ പറ്റാണ്ട് വരും. കാലുളുക്കി ഓടാൻ പറ്റാണ്ട് വരും. ഓടുമ്പോൾ തമ്മിൽ തട്ടി ഒരുപക്ഷെ വീണ് ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ പറ്റാണ്ട് വരും. അങ്ങനെ പല നിലയിലുള്ള തകരാറുകൾ സംഭവിക്കാം ക്രിസ്ത്യ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഇതൊക്കെ ആരാ ശ്രദ്ധിക്കുന്നേ? രക്ഷിക്കപ്പെട്ട് ദാനപ്പെട്ട് വശുദ്ധാംശം വ്യാപിച്ച് 2 അന്യഭാഷയും പറഞ്ഞ് പാട്ടും പാടി പ്രാർത്ഥിച്ച് ഉപവാസവും കൺവെൻഷനും പ്രാർത്ഥിയൊക്കെ കൂടി ഇങ്ങനെ പോവുകയല്ലേ? ആത്മീയ വളർച്ചയുണ്ടോ? ആത്മീയ വർധനവുണ്ടോ? ആത്മീയ നിറവുണ്ടോ? കർത്താവിന്റെ സ്വഭാവം നമ്മളിലുണ്ടോ? കർത്താവിന്റെ മനസ്സുണ്ടോ? ക്രിസ്തുവിന്റെ ഭാവം നമ്മളിലുണ്ടോ? വലിയ വിഷയങ്ങളാണ് ഇതൊക്കെ. ക്രിസ്തുവിന്റെ സ്വഭാവം എന്നല്ല എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട് പൗലോസ്. സത്യനീതി, പരിജ്ഞാനം, വിശുദ്ധി, സ്നേഹം ആദിയായ ദൈവിക സ്വഭാവ ഗുണങ്ങളുള്ള ഒരു പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉറിഞ്ഞു കളയണം. ഇത് ആരാ ശ്രദ്ധിക്കുന്നേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് സന്തോഷിച്ച് നടക്കല്ലേ. രക്ഷാപൂർത്തിയിലേക്ക് നടത്തപ്പെടാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഘനമായ വിഷയങ്ങൾ ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും, പല പ്രാവശ്യം നിങ്ങളെ ഗ്രഹിപ്പിച്ചിട്ടുണ്ടെങ്കിലും, നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാമെങ്കിലും ഒന്നുകൂടി ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിച്ചാണ് ഈ സന്ദേശം പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം.
രക്ഷയ്ക്കായിട്ട് നമ്മളെ വിളിച്ചു, രക്ഷയ്ക്കായിട്ട് നമ്മളെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം. അന്ത്യകാല രക്ഷയിലേക്ക് പ്രവേശിക്കാൻ ആത്മീയമായി വളരണം. അനുദിന ജീവിതത്തിൽ വചനമനുസരിച്ച് ജീവിച്ച് നമ്മുടെ സ്വഭാവത്തിന് വലിയ രൂപാന്തരം ഉണ്ടാകണം, വലിയ വ്യത്യാസമുണ്ടാകണം. പത്രോസിനെ 3 തൂപ്പുകാരികളുടെ മുമ്പാകെ പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളിപ്പളഞ്ഞപ്പോൾ മൂന്നാമത്തെ സമയത്ത് ആ പ്രിയ സഹോദരൻ പറയുന്നത് ഇങ്ങനെയാണ്: സഹോദരൻ സഹോദരി എന്ന് എനിക്കറിയില്ല, നീ അവനോടുകൂടെ ഉള്ളവനെന്ന് നിന്റെ വാക്കും ഭാഷണവും അത് വെളിവാക്കുന്നു. 3.5 വർഷം കൂടെ നടന്നപ്പോൾ പത്രോസിന്റെ സ്വഭാവം അങ്ങ് മാറി, അവൻ്റെ ഭാവം അങ്ങ് മാറി, അവൻ്റെ വേഷവിധാനം മാറി, അവൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങൾക്കും ഒരു വ്യത്യാസം, സ്വഭാവ വൈകല്യങ്ങൾക്കും വലിയ വ്യത്യാസം വന്നു. യേശുവിനെ പിടിക്കാൻ വേണ്ടി യൂദയുമായിട്ട് പുരോഹിതന്മാർ പറഞ്ഞു നോക്കുമ്പോൾ, ഞാൻ ആരെ ചുംബിക്കുന്നു അവനെ തന്നെ പിടിച്ചുകൊള്ളണം. കാര്യം എന്താ? എല്ലാം ഒരുപോലെ ഇരിക്കുക. താള പിടിച്ച് കടന്നവനും തുണിയില്ലാത്തവനും ഗുണമില്ലാത്തവനൊക്കെ യേശുവിൻ്റെ പുറകെ 3 വർഷം നടന്നപ്പോൾ അവൻ്റെ വേഷം പോലും മാറി, അവൻ്റെ ഭാഷ മാറി, അവൻ്റെ ചിന്തകൾ മാറി, അവൻ്റെ ലൈഫ് സ്റ്റൈൽ മാറി. ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, കണ്ടാലും സകലതും പുതുതായി മാറി, പഴയതെല്ലാം മാറി. ഇന്നത്തെ വിശ്വാസികളോ? ഇപ്പൊ ക്രിസ്മസ് വരാൻ പോവുക, ക്രിസ്മസ് കൂട് വാങ്ങാൻ പോവുക, ഉണ്ണീശനെ ഉണ്ടാക്കാൻ പോവുക, യോസഫിനെ ഉണ്ടാക്കാൻ പോവുക, മറിയനെ ഉണ്ടാക്കാൻ പോവുക, ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുക, ക്രിസ്മസ് സാപ്പാട് കഴിക്കാൻ പോവുക. കഞ്ഞിക്ക് കാശില്ലെങ്കിൽ ക്രിസ്മസ് ട്രീ വാങ്ങി വീട്ടിൽ വയ്ക്കും, മെഴുകുതിരി കത്തിക്കും, പുൽക്കൂടുണ്ടാക്കും. എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ? വചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ നിർത്തുകയാണ്. രക്ഷയ്ക്കായി നമ്മളെ തിരഞ്ഞെടുത്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ സന്തോഷിക്കരുത്. രക്ഷയ്ക്കായി വളരണം, രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. അനുദിന ജീവിതത്തിൽ ആ ആത്മരക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് നടത്തപ്പെടുവാൻ ക്രിസ്തുവിൻ്റെ ഭാവം നമുക്കുണ്ടാകണം, ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണം, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകണം. അല്ലാതെ ഒന്നും കാര്യം നടക്കത്തില്ല. ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് സഭയിൽ കിടക്കുന്ന വിശ്വാസികളിൽ നല്ലൊരു പങ്കും അവർക്ക് ആത്മീയ വളർച്ചയില്ല, ആത്മീയ വർധനവില്ല, ആത്മീയ നിറവില്ല. അവരെ ഉപദേശം കൊണ്ട് വളർത്തുന്നില്ല. അവരിന്നുമായി ശൈശവാവസ്ഥയിൽ കിടക്കുക. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ സംസാരിച്ചു, ഇടപെട്ടു. പുരുഷനായ ശേഷം ശിശുവിനുള്ള തേച്ചു കളഞ്ഞു. അപ്പോൾ വളർച്ചയില്ലെങ്കിൽ ശൈശവം ത്യജിക്കില്ല. അതാ ഇന്ന് വിശ്വാസികൾ സഭയിൽ കിടന്ന് അടിയുണ്ടാക്കുന്നത്. കർത്താവിൻ്റെ മേശ ഒരു വശത്ത് നടത്താൻ അപ്പം പാനപാത്രങ്ങളൊക്കെ ഒരുക്കി വെച്ച് തുണിയെല്ലാം കൊണ്ട് മൂടി അപ്പുറത്തെ ഒരു പാട്ട് പാടുമ്പോൾ ഇവിടെ കൂട്ടടി. കാരണം കുഞ്ഞുങ്ങൾ പിന്നെ അടിക്കാതെ പിന്നെ വേറെ എന്താ ചെയ്യുന്നത്? നഴ്സറി സ്കൂളിൽ ചെന്നാൽ എന്നെ കുത്തി, എന്നെ ഞാൻ മായ്പ് വേനോണ്ട് എഴുതിയപ്പോൾ മായ്ച്ചു കളഞ്ഞു, ടീച്ചറെ എന്നെ ചീത്ത പറഞ്ഞു, ടീച്ചറെ എന്നെ തള്ളി, ടീച്ചറെ എന്നെ ഉന്തി ഇട്ടു, ടീച്ചറെ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറഞ്ഞു. കാര്യം എന്താ? ശിശുക്കളാണ്. അതുപോലെ സഭയിൽ കിടന്ന് കൂട്ടടിയാ. കൺവെൻഷൻ നടന്നു കഴിയുമ്പോൾ കണക്ക് പറയുമ്പോൾ കൂട്ടടിയാ. ആത്മീയ ശിശുക്കളായിപ്പോയി. അതിന് പൗലൂസിന്റെ ഭാഷ ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞൊഴുകുന്ന ശിശുക്കളായിപ്പോയി. എന്താ കാര്യം? എഫെസ്യർ 4:11 ഉള്ള ശുശ്രൂഷ വൃന്ദങ്ങൾ ഉപദേശം പഠിപ്പിച്ചില്ല. ഞാനത് വായിച്ച് മെസ്സേജ് അങ്ങ് ക്ലോസ് ചെയ്യാൻ കർത്താവ് ശരണപ്പെടുക. കൺക്ലൂഷൻ വാക്യം ദൈവത്തിൻ്റെ ആത്മാവ് തന്നത് ഞാൻ പറയുക. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും, അപ്പോൾ ദൈവം നിയമിച്ചാക്കി വെച്ചവരുടെ ശുശ്രൂഷ അനുഭവിച്ചിട്ട് നാം എല്ലാവരും വിശ്വാസത്തിൽ ദൈവത്തിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഐക്യത, തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവ് ഒരുപോലെ പ്രാപിക്കണം. ദൈവം സഭയിലാക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങളുടെ ഉപദേശം കേട്ട് വിശ്വാസികൾ എന്തായിട്ട് വരണം? വിശ്വാസത്തിൽ ദൈവത്തിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഐക്യത, തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവ്, 4 കൂട്ടം കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ഇന്ന് ഏത് സഭയിലാ ഈ 4 കൂട്ടം കാര്യങ്ങൾ ഒരുപോലെയുള്ള വിശ്വാസികളുള്ളത്? ഹല്ലേലൂയ. വേദനയോടെ, ദുഃഖത്തോടെ, കണ്ണുനീരോടെ ഞാൻ പറയുക,
അതൊന്നും കാണാൻ കഴിയുന്നില്ല പ്രിയമുള്ളവരെ. പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി, ചർച്ചുകൾ വിപുലീകരിച്ച്, ഔട്ട്റീച്ച് ചർച്ചുകൾ ഉണ്ടാക്കി, ബ്രാഞ്ചസുകൾ ഉണ്ടാക്കി, അതിൽ ഊറ്റം കൊള്ളുന്ന, അതിൽ മഹത്വം കാണുന്ന പ്രിയപ്പെട്ടവരാണ് നമ്മുടെ മേലാളന്മാരെ. ബാബു ജോൺ വേട്ടമല പാസ്റ്റർ പറഞ്ഞത് ഞാൻ പിന്നെയും ആവർത്തിക്കുന്നു. നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ അനുകരിക്കാൻ കൊള്ളാകുന്ന ഒരു ആത്മീയ നേതൃത്വം നമുക്കില്ല. അനുകരിക്കാൻ കൊള്ളാകുന്ന ശുശ്രൂഷ വൃന്ദങ്ങളില്ല. ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ പ്രസ്ഥാനം വളർത്തിയെടുക്കണം. സഭകൾ കൂട്ടണം. വിശ്വാസി ഏത് നിലയിൽ പോയാലും അവർക്ക് കുഴപ്പം പ്രശ്നമില്ല. ദൈവം തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാരുടെ ഉപദേശം കേട്ട് എല്ലാവരും, സഭയിലെ വിശ്വാസികൾ എല്ലാവരും വിശ്വാസത്തിൽ ഒന്ന്, 2 ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത, 2, 3 തികഞ്ഞ പുരുഷത്വം, 4 ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവ് ഒരുപോലെ പ്രാപിക്കണം, ഒരുപോലെ പ്രാപിക്കണം. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ ദാസാനുള്ള ശിശുയുടെ വേലയ്ക്ക്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിനും അത് ആവശ്യമാണ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ 14-ാം വാക്യത്തിൽ വന്ന് കിടക്കുക. ഇന്ന് സഭ 98% ആ 14-ാം വാക്യത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ സത്യം സത്യമാണ്. അങ്ങനെ നാം ഇനി മനുഷ്യന്റെ ചതിയാൽ ഉഭയത്താലെ തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തൊക്കണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായി കിടക്കുക, ശൈശവാവസ്ഥയിൽ കിടക്കുക, തമ്മിൽ തല്ലിക്കൊണ്ട് കിടക്കുക. ക്യാപ്റ്റൻ ശമൂല് സഭയെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവന പറഞ്ഞ് ഞാൻ നിർത്തുക. ഒരു സഭയിൽ ചെന്നപ്പോൾ ഒരുത്തൻ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക, ഒരുത്തൻ മണ്ണുവാരി തിന്നുക, ഒരുത്തൻ രണ്ടുപേരും തമ്മിൽ തല്ലുക. ഇതാ സഭയിൽ നടക്കുന്ന മുഴുവൻ. എഫേസ്യർ 4:11 മുതൽ 16 വരെയുള്ള വാക്യം വായിച്ച് പഠിക്കുക സഹോദരങ്ങളെ, പാസ്റ്റർമാരെ, സുവിശേഷകന്മാരെ. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലരെയും വളർത്തിയെടുക്കണം. ശരീരം മുഴുവനും യുദ്ധമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോരോ അംഗത്തിന് അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവിലയിപ്പാനുള്ള സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ശരീരമാം സഭ തലയായ ക്രിസ്തുവിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു, വളർച്ച പ്രാപിക്കുന്നു, വളർച്ച പ്രാപിക്കുന്നു. ഇന്ന് എവിടെ വളർച്ച? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുക. നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ കിടന്ന് തമ്മിൽ തല്ലിയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു. അവർ പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ സ്നേഹിക്കും തമ്മിൽ തമ്മിൽ. കോളേജിൽ പഠിച്ചവർ ഡിഗ്രിക്ക് പഠിച്ച് ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ചില പട്ടാളക്കാർ ഡോക്ടർമാരായി പൊളിറ്റിക്സിലൊക്കെ പോയി എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ എന്ത് ചെയ്യുക? സ്നേഹമാണ്, നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണ്, ഇന്ന സാറ് നമ്മളെ പഠിപ്പിച്ചതാണ്. അവർ തമ്മിൽ തമ്മിൽ സ്നേഹം പങ്കുവയ്ക്കുക. കാരണം എന്താ? ഒരു മെച്യൂരിറ്റിയായി, അവർ വളർന്നു. ഇന്ന് സഭകളിലുള്ള വിശ്വാസികളുടെ വളർച്ച എവിടെ കിടക്കുന്നു? 20, 25, 30 വർഷമായ വ്യക്തികളോട് ഞാൻ ഉപദേശം പറഞ്ഞിട്ട് അവർ പറയാം ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കാം പാസ് ചെയ്ത് ആദ്യമായിട്ട് കേൾക്കുക ഈ ഉപദേശങ്ങൾ. പാസ് പുതിയ നിയമത്തിന്റെ അപ്പോസ്തലൻ ഉപദേശം ആദ്യമായിട്ട് കേൾക്കുക. എന്താ പറ്റി? സഭ ഉപദേശം തിരിച്ചു കളഞ്ഞു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാതെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യനാക്കിക്കൊള്ളുന്ന കർത്താവ് പറഞ്ഞ ആ ഉപദേശം സാത്താൻ തിരിച്ചു കളഞ്ഞു. കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ, മോശയും ദാവീദും ഗോലിയാത്തും എസ്തേറും എന്ന് വേണ്ട വെട്ടും കുത്തും അതും ഇതുമൊക്കെ പഠിപ്പിച്ച് വിശ്വാസികളെ അവരുടെ ഇമോഷനാക്കി, അവരെ ഒരു പ്രത്യേക അനുഭവത്തിലാക്കി അവർ നശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് രക്ഷാപൂർത്തിയിലേക്ക് നടത്തപ്പെടാനുള്ള അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു വരുമ്പോൾ അവർ വളർച്ച പ്രാപിക്കും. അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർക്കും. അവരാണ് കർത്താവിൻ്റെ വരെ പോകുന്നത്. അല്ലാതെ ഈ തമ്മിൽ തല്ലി ബഹളം ഉണ്ടാക്കി കോടതിയും കേസും വഴക്കുമായിട്ട് നടക്കുന്ന ഒരെണ്ണം ദൈവരാജ്യത്തിൻ്റെ പടിവാതിൽ കാണുകയില്ല. എൻ്റെ സമയം അതിക്രമിച്ചു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ ചെറിയ സന്ദേശം കർത്താവിലേക്ക് നിങ്ങളെ അടുപ്പിക്കുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, ആത്മവളർച്ച പ്രാപിക്കുവാൻ, ആത്മവർദ്ധന പ്രാപിക്കുവാൻ, ആത്മീയ നിറവ് പ്രാപിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവരുടെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി തീരുവാൻ ഈ ചെറിയ സന്ദേശം ദൈവം നിങ്ങൾക്കിടയാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് നിങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.
ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.